നമസ്കാരം. ഹോം സ്റ്റൈൽ ലൈഫിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടുകൊണ്ടിരുന്നത് പ്രൈം ഇൻറ്റീരിയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ഡെവലപ്പ് ചെയ്ത ഒരു വീടാണ്. അതിൻ്റെ കുറേ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട്. അത് കാണാത്തവർ ആദ്യം പോയിട്ട് അത് കണ്ടിട്ട് ഇത് കണ്ടാൽ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും ബാക്കി ഭാഗങ്ങളാണ്, ആ വീടിൻ്റെ തന്നെ ബാക്കി ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. മിസ്റ്റർ രജീഷാണ് ഈ പ്രൈം ഇൻറ്റീരിയേഴ്സ് ആൻഡ് ബിൽഡേഴ്സിൻ്റെ ഓണർ. അദ്ദേഹമാണ് ഈ വീട് ഡിസൈൻ ചെയ്ത് ഒരു ടേൺകീ പ്രൊജക്റ്റായിട്ട് മിസ്റ്റർ അനിൽ കുമാറിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കിച്ചൺ, ലിവിങ്, അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടു. അപ്പോൾ ഇത്തവണ സ്റ്റെയറിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. എന്താണ് സ്റ്റെയറിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനമായിട്ടുള്ള പറയാന്നുണ്ടെങ്കിൽ, പ്രധാനമായിട്ട് സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റ് വിത്ത് ടൈല് കമ്പൈൻ ചെയ്ത് ആണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിൽ നമ്മൾ പ്രധാനമായിട്ട് ഗ്ലാസ്, ടെമ്പർ ഗ്ലാസ് വെച്ചിട്ടുള്ളൊരു ഹാൻഡ് റെയിലാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ ടോപ്പ് ഒരു ടീക്കൂട്ട് ഇട്ടിട്ട് ടോപ്പ് ചെയ്തിരിക്കുകയാണ്. ഗ്രാനൈറ്റിൽ അപ്പോത്രയാണോ? ലപ്പോത്ര. പിന്നെ കുറച്ച് സൈഡ് ലൈറ്റ്സ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ കുറച്ച് ലൈറ്റ്സ് സൈഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റേണൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പില് സൈഡിലും ഇന്റേണൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് മാക്സിമം വെന്റിലേഷൻ കം ലൈറ്റിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റോടെ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ. അതിൻ്റെ ഒരു വെളിച്ചം മൊത്തത്തിൽ ഇവിടെ കാണാറുണ്ട് അല്ലേ? വെള്ള പെയിന്റും കൂടി ആയി കഴിയുമ്പോൾ മൊത്തത്തിലൊരു, പിന്നെ സൈഡിലൊക്കെ കുറച്ച് ലൈറ്റ്, ഇത് എഡിസണിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ള ആ ലൈറ്റാണ്. ഈ ലൈറ്റുകളൊക്കെ എഡിസൺ തന്നെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ കാണുന്നത് ഒരു അപ്പർ ലിവിങ് ആണ് അല്ലേ? ശരിക്കും താഴെ ടി വി കിട്ടിയിട്ടില്ല, പക്ഷെ മേലെ അവർക്ക് ടി വി കിട്ടിയിട്ടുണ്ട്. അത് ഉദ്ദേശിച്ച പോലുള്ളൊരു ടി വി, വലിപ്പമുള്ളൊരു ടി വി ഉദ്ദേശിക്കുക അവിടുത്തെ, അതുകൊണ്ടാണ് അത് ഫ്രണ്ട് റൂമിലായതുകൊണ്ട്. പിന്നെ കൂടുതൽ എനിക്ക് കൊണ്ട് ഇവിടെ ഇരുന്നിട്ടായിരിക്കും ടി വി കാണാൻ സാധ്യത അല്ലേ? കുറച്ചുകൂടി ഫ്രീ ആയിരിക്കാമല്ലോ. ഇത് വാങ്ങിയതാണോ? ഇത് പർച്ചേസ് ചെയ്തതാണ്. ഓക്കെ. ഈ യൂണിറ്റുകൾ എല്ലാം പർച്ചേസ് ചെയ്തതാണ്, മൊത്തത്തിൽ പർച്ചേസ് ചെയ്തതാണ്. ഓക്കെ. ഇവിടെ നമുക്കൊരു വ്യൂ ഉണ്ടല്ലേ? അതെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഈ അപ്പർ ലിവിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള ഫ്രണ്ടിലെ ലിവിങ് കാണാൻ പറ്റും. അതെ. ഗസ്റ്റുകൾ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും അറിയാനോ, ഇരിക്കുന്നവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുമല്ലോ. അതെ. അപ്പം നമുക്ക് ബെഡ്റൂംസ് ആണ് അടുത്തായിട്ട് പരിചയപ്പെടാനുള്ളത്. നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. എത്രയാണ് ഇതിൻ്റെ സൈസ്? എത്ര ബെഡ്റൂം? ഒരു 14-13 ഓൾമോസ്റ്റ്. 14-13 ഉണ്ട്. അത് ഞാനൊരു ഡൗട്ട് ചെയ്തു, ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അതോ ഈ ഇൻക്ലൂഡിങ് നമ്മുടെ ഈ ബാത്റൂം ഇവിടെ വരുന്നുണ്ടല്ലോ? അല്ല, ഈ ഒരു സൈസ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഭാഗം നമുക്കൊരു അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. ഓക്കെ. അത് ബെഡ്റൂമിൻ്റെ സൈസിൽ അത് കൗണ്ട് ചെയ്യുന്നില്ല. 14-13. ഇത് കസ്റ്റമൈസ്ഡ് ആണ്. ഓക്കെ. ഇവിടെ തന്നെ ചെയ്യിച്ചാണ്. അതെ. വാർഡ്രോബ് ചെയ്യിച്ചു. ചെറിയൊരു ഡ്രസ്സിങ്ങിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതെ അല്ലേ? ഇത് വാർഡ്രോബ് വിത്ത് ഡ്രസ്സിംഗ്. നമ്മുടെ അനിൽകുമാർ ചേട്ടൻ്റെ മകന് വേണ്ടി ചെയ്തിരിക്കുന്ന റൂമാണ്. ഓക്കെ. എത്ര ബെഡ്റൂംസ് ആണ് ഉള്ളത്? ഇത് 4 ബെഡ്റൂം. 4 ബെഡ്റൂമാണ്. ഓക്കെ. ഇത് മകൻ്റെ ബെഡ്റൂമാണ്. വലിയൊരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ടല്ലോ. പൊതുവെ സാധാരണ ഒരു ബേ വിൻഡോ നമ്മൾ കാണുമ്പോഴേ ഏകദേശം ഇത്ര ഒരു സൈസിൽ, അല്ലെങ്കിൽ പിന്നെ അത് അങ്ങോട്ട് ചാടിച്ചിട്ടാണ്. ഇതൊരു അട്രാക്ഷനും അതോടൊപ്പം തന്നെ ഒരു സൗകര്യമാണ് സീറ്റിംഗ് ലെങ്ത് കൂട്ടുമ്പോൾ. ഓക്കെ. അത്യാവശ്യം ഒരു മകൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 5-6 പേരൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്തിരിക്കാം, കത്തി വയ്ക്കാം അല്ലേ? ചെറിയൊരു സ്റ്റഡി ടേബിളും. അതെ. ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു സ്റ്റഡി ടേബിള്. ഈ കോട്ട് നമ്മൾ പർച്ചേസ് ചെയ്തതാണത്. എവിടെ നിന്ന് മേടിച്ചത്? ഒലീവിന്ന് തന്നെ മേടിച്ചു. ഒലീവിന്ന് മേടിച്ചു, എറണാകുളം. പിന്നെ കുറച്ച് അത്യാവശ്യം ഇന്റീരിയർ ലൈറ്റുകളൊക്കെ, ഇത് നമ്മുടെ ജിപ്സം സീലിംഗ് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പിൽ നിന്നൊക്കെ അത്യാവശ്യം ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വാൾ ഡെക്കോറും ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തിരിക്കണം. ഒരു മറ്റേ ആ താഴെ കണ്ട അതേ കളർ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് അടുത്ത ബെഡ്റൂം നോക്കിയാലോ? ആയിക്കോട്ടെ. കുറച്ച് സൈസ് കുറവാണ്. അതൊരു ചെറിയൊരു ബെഡ്റൂം. ഇപ്പോൾ ഗസ്റ്റുകൾ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് അധികം സ്റ്റോറേജ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റോറേജേ കൊടുത്തിട്ടില്ല. ഇതൊരു നല്ല കാര്യം കേട്ടോ. ഗസ്റ്റിനുള്ള റൂമും നമ്മൾ ഒരുപാട് വലുതാക്കാതെ വല്ലപ്പോഴും അല്ലേ വരുള്ളൂ. ഇപ്പോൾ ഒരു ഹാങ് ഇട്ട് പിന്നെ വല്ലപ്പോഴും ഉപയോഗിക്കാനല്ലേ. അപ്പം നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം നോക്കിയാലോ? ആയിക്കോട്ടെ. ഇതും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് വലിപ്പം കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. സൈസ് കുറച്ചുകൂടി കുറവാണ്. നമ്മൾ മുകളിൽ കണ്ട ഗസ്റ്റ് ബെഡ്റൂമിനേക്കാളും കുറച്ചും കൂടി വലുതും അതെ അല്ലേ?
ഇത് വേറെ കളർ ഹൈലൈറ്റ് ചെയ്തു. ഇതൊരു കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. 2 പെയിന്റിങ്സ് വെച്ചിട്ടുണ്ട്, സൈഡ് ടേബിള്. ഇത് ബെഡ് വാങ്ങിയതല്ലേ? അതെ, ഇത് പർച്ചേസ് ചെയ്തത് നമ്മൾ. ഒലിവ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാൾ ഡെക്കോർ ഉണ്ട്, ജിപ്സം റൂഫിംഗ് ഉണ്ട് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള. ഇത് കസ്റ്റമൈസ് ചെയ്താണോ? ഇതും ഈ ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്ത് നമ്മൾ. ഈ യൂണിറ്റ് പർച്ചേസ് ചെയ്താണ്. എറണാകുളം ഒലിവിൽ തന്നെ മേടിച്ച. ഇത് ശരിക്കും ഒരു 3 പീസ് ആയിട്ട് കൊണ്ടുവരാണോ ചെയ്യുന്നത്? അതെ, 3 പീസ് ആയിട്ട് കൊണ്ടുവരാം. ഇതൊരു പീസ്, ഇതൊരു പീസ്. അതെ, 3 അല്ലേ? ഡ്രസ്സിംഗ് ടേബിളും എല്ലാം ഇൻക്ലൂഡ് ആയിട്ട്. അതെ. ബാത്റൂമിൽ ഏത് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഇവിടെ കജാരിയാണ് യൂസ് ചെയ്യുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം ഏതാ ബ്രാൻഡ്? നല്ലൊരു പങ്കം ജാഗ്വാറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മാസ്റ്റർ ബെഡ്റൂം. ഇത് മുകളിലത്തുള്ള അതേ ബെഡ്റൂമിന്റെ അതേ ഡിറ്റോ സെയിം ഡിറ്റോ ആണ്. പിന്നെ ആ ഒരു സീറ്റിംഗ് നമ്മൾ ഇവിടെ ഒഴിവാക്കി. ഇവിടെ ഉണ്ടായിരുന്ന സീറ്റിംഗ് അല്ലേ? ആ ബേ വിൻഡോ ടൈപ്പിലുണ്ട്. ഇത് കസ്റ്റമൈസ്ഡ് ആണോ? ഇതും കസ്റ്റമൈസ്ഡ് തന്നെ, സെയിം ഡിറ്റോ ആണ്. മേലത്തെ സെയിം ഡിറ്റോ തന്നെ. ഒരു ഡ്രസ്സിംഗ് ടേബിൾ വെച്ചിട്ട് അല്ലേ? ഒരു കളർ, ഒരു ഇത് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വാരി വലിച്ചുള്ള ഒരു ആർഭാടവും ഒന്നുമില്ല അല്ലേ? ബെഡ്റൂംസ് എല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മിനിമൽ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഒന്നാമത് പൊടിയൊക്കെ വളരെ നമ്മളിത് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ശരിയാണ്. ഈ പറഞ്ഞ പോലെ വീട് ഉണ്ടാക്കിയിടാൻ എളുപ്പമാണ്. പക്ഷേ ഞങ്ങൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരു 2 വർഷമൊക്കെ ആയിട്ടും പുതിയതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വീട് ഞങ്ങളുടെ ചാനലിൽ അത് ഉണ്ട്, ആ ഒരു വീഡിയോ. അത് പിന്നെ അവിടുത്തെ ആ ചേച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, വൃത്തിയുടെ അസുഖം എന്ന് പറയില്ലേ, അതുള്ള ഒരാളാണ് ചേച്ചി. ഇവിടുത്തെ ചേച്ചി നന്നായിട്ട് കെയർ ചെയ്ത്. അല്ല, ഇതിപ്പോ മെയിൻറ്റൈൻഡ് ആണ്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടെടുക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഈ പ്രൈം ഇൻറ്റീരിയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ചെയ്ത ഈ വീടിൻ്റെ ക്ലയൻസുമായിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അവർക്ക് ഈ വീടിൻ്റെ അനുഭവങ്ങൾ, അവരുടെ തുടക്കം തൊട്ട് ഈ വീട് പൂർത്തിയാവുന്നവരെയുള്ള അവരുടെ അനുഭവങ്ങൾ കുറച്ച് പങ്കുവയ്ക്കും. അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ചേട്ടാ, ചേച്ചി, എങ്ങനെയുണ്ട് ഈ പ്രൈം ഇൻറ്റീരിയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്? ഇനി വേറൊരാൾക്ക് വീട് പണിയാൻ വേണ്ടി നിങ്ങൾ അവരെ റെഫർ ചെയ്യുമോ, അതോ ഇനി കണക്ക് പുറത്തുനിന്നായിരിക്കുമോ നിലപാട്? രജീഷിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം കുറച്ച് മുമ്പേ പരിചയമുള്ളൊരു വ്യക്തിയാണ് രജീഷ്. ഞങ്ങൾ പിന്നെ വീട് പണിയേണ്ട എല്ലാവരും അതനുസരിച്ച് നമ്മൾ ഒരു 3-4 വീടുകൾ ഞങ്ങൾ രജീഷ് പണിത വീടുകൾ കാണാൻ പോയിരുന്നു. അത് കണ്ടു, ഞങ്ങൾ കുറച്ച് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമാണല്ലോ അത്. നമ്മളൊരു എന്ത് കൺസ്ട്രക്ഷൻ തുടങ്ങുമ്പോഴും നമ്മൾ കുറച്ച് വീടുകൾ അവർ കാണുക, പുറത്തുള്ളത് എന്തൊക്കെ ചെയ്തേക്കണം എന്താണെന്നുള്ളത് അറിയുക. അപ്പോൾ ഒരു ബേസിക് ഒരു ഐഡിയ നമുക്കും വരും എന്താണ് ഏതാണ് ചെയ്യുന്നത്. പിന്നെ രജീഷ് പറയുന്നത് രജീഷിൻ്റെ അച്ഛനായിട്ട് നമ്മളറിയും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതും കൂടി ഉണ്ട് അതിൽ. പിന്നെ ട്രസ്റ്റ് വർത്തിയാണ്, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ഷേപ്പിലെത്തിക്കാൻ സാധിക്കുന്ന ഒരു ആൾ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ചോദിച്ചാൽ 100% നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഗൾഫിലിരുന്നിട്ടാണല്ലോ മോണിറ്റർ ചെയ്തിരുന്നത്. നിങ്ങളില്ലാത്തൊരു കുറവ് ഫീൽ ചെയ്തിരുന്നോ? ഞങ്ങളില്ലാത്ത കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോകളും വീഡിയോകളും വരുമായിരുന്നു, എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എവിടെയൊക്കെ ചെയ്യുന്നുള്ളത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻസ് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. എന്താണ് ഏതാണ് പുള്ളി കുറച്ച് തരും. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റെക്കമെൻഡ് ചെയ്യാം. അല്ല അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യാം, നമുക്ക് നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞിരുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് പ്രകാരം തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിരുന്നത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു. ഒരു 3 months ഗ്യാപ്പിൽ നമ്മൾ വരാറുണ്ട് അല്ലേ? 3 months ഗ്യാപ്പിൽ ഞങ്ങൾ വരാറുണ്ട്. മിക്കവാറും ഓരോരോ സ്റ്റേജിൽ ഞങ്ങൾ വരാറുണ്ട്. സ്ട്രക്ചർ കഴിഞ്ഞു, ഇത് കഴിഞ്ഞ് ഇന്ത്യൻ്റെ ടൈമായി, ഇതിൻ്റെ ടൈം. അപ്പോൾ നമ്മൾ വന്ന് നമ്മളുടേതായ ഒരു വിഷ്വൽ, എത്രയും പുറത്തുനിന്ന് കണ്ടാലും നമ്മൾ വിഷ്വൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെയാണല്ലോ. അതെ, നേരിട്ട് കാണാം. അപ്പോൾ ഞങ്ങളൊരു 3-4 തവണ വിസിറ്റ് ചെയ്തിരുന്നു അതിനിടയ്ക്ക്, വീട് പണിയുടെ മുമ്പായിട്ട്. ബാക്കി വൈഫ് പറയും, വൈഫിനാണ് കൂടുതൽ വീടിനെ പറ്റി കൂടുതൽ ഇതുകളുള്ളതും കൂടുതൽ കാഴ്ചപ്പാടുകളുള്ളത്. അപ്പോൾ അത് കൂടുതൽ അവൾ പറയും. കാരണം അത് എന്താണ്, കിച്ചൺ അങ്ങനെയാണ്, പാൻട്രി ഇങ്ങനെയാണ്, അതിനെപ്പറ്റിയുള്ളത്. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, അതായത് ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് തെറ്റായിരിക്കാം, ചിലപ്പോൾ അത് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല. അപ്പോൾ രജീഷ് നമ്മുടെ അടുത്ത് പറയും. അപ്പോൾ നമ്മൾ അത് വേണ്ട, പല കാര്യങ്ങളും അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 100% സന്തോഷമേ ഉള്ളൂ.
പിന്നെ ഭൂരിഭാഗം ടൈലെടുക്കാനായാലും ബാക്കി ആക്സസറീസ്, പിന്നെ പ്ലംബിങ്ങിൻ്റെ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടാണ് എടുത്തിട്ടുള്ളത് മിക്കവാറും എല്ലാം. അപ്പോൾ നിങ്ങളുടെ ഒരു ചോയ്സ് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. അതെ, നമുക്കും ആൾക്കും ഇഷ്ടപ്പെട്ടെ. ഒരിക്കലും ഞങ്ങളുടെ ഇഷ്ടത്തിനുപരി ആളുടെ അടുത്തും കൂടി ചോദിച്ചിട്ടാണ് ഞങ്ങളുടെ ഇഷ്ടം അതിലെന്തെങ്കിലും നല്ലതാണോ എന്നുള്ളത് നമുക്ക് ഇതിനെക്കുറിച്ച് മുഴുവൻ അറിയില്ലല്ലോ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ട്. നിങ്ങളുടെ ഒരു ഡ്രീം, രജീഷിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇത് രണ്ടും ക്ലബ് ചെയ്താണ് മുന്നോട്ട് പോയിരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇവിടെ കാണുന്ന ഒരുപാട് ആക്സസറീസൊക്കെ, വാൾ ഹാങ്ങിങ്സൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ, ഞാൻ വീട് എന്നുള്ളത് കുറേ നാൾ മുൻപേ, അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട് പല സ്ഥലത്തും പോകുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ കുറേ വർഷങ്ങൾ മുമ്പ് തന്നെ ഓരോന്നും വാങ്ങി വെച്ച് അങ്ങനെ വെക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ നാട്ടിൽ വന്നപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പോൾ ദുബായ് വിട്ട് ഇവിടെ സെറ്റിലായി. ഇപ്പം മോൻ ഇവിടെ നാട്ടിൽ ക്രൈസ്റ്റ് കോളേജ് പഠിക്കുക. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ സെറ്റിലായി. അപ്പോൾ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയ ചേട്ടനും ചേച്ചിക്കും പിന്നെ മകനും എല്ലാ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഹോം സ്റ്റൈൽ ലൈഫിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഈ പ്രൈം ഇൻറ്റീരിയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ചെയ്ത വേറൊരു വീടാണ് നമ്മൾ അടുത്ത ആഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുവരെ വീണ്ടും സന്ധിക്കും വരെ വണക്കം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻസൊക്കെ ഇടുക. ഞങ്ങൾ അവതരിപ്പിക്കുന്ന തെറ്റുകളൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഞങ്ങളുടെ മുന്നോട്ട് പോക്കിൻ്റെ ഏറ്റവും വലിയ ഒരു ഇന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു.